ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് പഴം വെച്ചിട്ടൊരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിന് ഉണ്ടംപൊരി എന്ന് പറയും ചിലയിടത്ത് കാഴപ്പം എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 4 പഴം എടുത്തിട്ടുണ്ട്. ഇത് മൈസൂർ പഴമാണ്. അത്യാവശ്യം വലുപ്പമുള്ള 4 മൈസൂർ പഴമാണ് എടുത്തേക്കുന്നത്. ഇനി 2 ശർക്കര കൂടെ എടുത്തിട്ടുണ്ട്. ഇനി പഴവും ശർക്കരയും മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് ശർക്കര ഇതുപോലെ ചീകിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നാലേ നന്നായിട്ട് മിക്സായിട്ട് വരുള്ളൂ. പിന്നെ ഇതുപോലെ കയ്യിലൊട്ടുന്നൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക. ഇതിൽ വെള്ളം ചേർത്തിട്ടേ ഇല്ല. വെള്ളം ചേർക്കാതെ തന്നെ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇതൊന്ന് ബോളാക്കി എടുക്കണം. അപ്പോൾ കയ്യിലൊട്ടുന്നൊരു പരുവായതുകൊണ്ട് കയ്യിൽ കുറച്ച് വെള്ളമോ ഓയിലോ ആക്കിയ ശേഷം ഇതുപോലെ ബോളാക്കി എടുക്കുക. എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാവൂ. കാരണം ഉള്ളു വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് മാറുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതേ കായപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സിമ്പിളല്ലേ? നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് ഉടൻ വരാം. അതുവരെ ബൈ.